Hello friends, I am Nisha from Nisha's Kitchen. Welcome to my channel. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 150 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തീരെ പൊടി ചെമ്മീൻ ആയതുകൊണ്ട് ഇതിൻ്റെ തലയും വാലും ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതേസമയം വലിയ ചെമ്മീനാണെങ്കിൽ ഇതിൻ്റെ തലയും വാലും റിമൂവ് ചെയ്ത് വേണം എടുക്കാൻ. തേങ്ങ ചിരണ്ടിയത് 4 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 6 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വാളൻപുളി ഒരു ചെറിയ ഉരുള, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അതേ പാനിൽ തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഒന്നുകിൽ മിക്സിയിൽ അല്ലെങ്കിൽ അരകല്ലിൽ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വുഡൻ മോർട്ടാറിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച ശേഷം വേണം ചേർക്കാനായിട്ട്. ഇത് രണ്ടും കൂടെ ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇഞ്ചിയും വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വാളൻപുളി ചേർക്കാം. വാളൻപുളി അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെറിയൊരു ഉരുള മതി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. വീണ്ടും നമുക്കിതിനെ ചതച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചതച്ചാൽ ക്രഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലോട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ക്രഷ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉണക്കച്ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് കാണും, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ചതച്ചെടുത്ത ഉണക്കച്ചെമ്മീൻ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കണം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതിയാകും. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കണം, ആവശ്യമാണെങ്കിൽ ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കഞ്ഞിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും എല്ലാം സെർവ് ചെയ്യാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ചോറിൻ്റെ ഒപ്പവും കഞ്ഞിക്കൊപ്പവും എല്ലാം നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്